വയലാറിന്റെ വാലെ കെട്ടാൻ പോയിട്ട് വയലാറിന്റെ വാലെ കെട്ടിയ വള്ളി അത് കഴുകിയ വെള്ളം കുടിക്കാൻ യോഗ്യതയില്ലാത്തവനായിട്ടാണ് താരതമ്യം ചെയ്യുന്നത്. ഇപ്പൊ ഇയാളുടെ പേര് കാമാക്യ എന്നാണ് ഹാഷ്മി. നാട്ടുകാർ ഈ പടം കണ്ടിട്ടല്ല, ഇതിന്റെ ടീസർ കണ്ടിട്ട് ചോദിക്കാണ് കാമാക്യ കോലംകെട്ട് ഹേ ക്യാ കോലംകെട്ടാണ് ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. രണ്ടാമത് ഷാവ് പ്രസാദ് പറഞ്ഞതുപോലെ എല്ലാവർക്കും അല്ല, ഷാവ് പ്രസാദ് ഒരു മിനിറ്റ്, ഞാൻ ഒരു മിനിറ്റ് കംപ്ലീറ്റ് ചെയ്യട്ടെ എന്നിട്ട് വഴങ്ങാം. ശ്രീ ഷാവ് പ്രസാദ് പറഞ്ഞ പോലെ അദ്ദേഹം എൻ്റെ അടുത്ത സുഹൃത്താണ്. ശ്രീ ഷാവ് പ്രസാദ് പറഞ്ഞതുപോലെ എല്ലാവർക്കും ഈ പറയുന്ന ഭാവനയൊക്കെ ആവാം. ശ്രീ ഷാവ് പ്രസാദ്, നിങ്ങളുടെ മുൻ സംസ്ഥാന പ്രസിഡന്റ് ഭാവനയുടെ പുറത്ത് 35 സീറ്റ് കിട്ടും, ആ 35 സീറ്റ് കിട്ടി ഞങ്ങൾ ഇതാ ഭരിക്കാൻ പോകുന്നേ എന്നൊക്കെ പറഞ്ഞില്ലേ? ആ സംസ്ഥാന പ്രസിഡന്റിനെ വിളിച്ച് നല്ല ഉള്ളിയിട്ട് വേവിച്ച് വഴറ്റി നല്ല തേങ്ങാക്കൊത്തിട്ട ബീഫ് കറി കൊടുത്താൽ അതേ വേണമെങ്കിൽ ആ 35 സീറ്റും കളഞ്ഞിട്ട് അത് കഴിക്കാൻ വരും പെറോട്ടയും കൂട്ടി. അങ്ങനെയാണ് കേരളത്തിലെ BJP-ക്കാർ പോലും നല്ല തേങ്ങാക്കൊത്തിട്ട ബീഫ് കണ്ടാൽ ബാക്കി എല്ലാ രാഷ്ട്രീയവും മറക്കുന്ന കൂട്ടത്തിലാണ്. അതാണ് നമ്മുടെ കേരളത്തിൻ്റെ യഥാർത്ഥ സ്റ്റോറി. ഇനി 35 സീറ്റുണ്ട് ഞങ്ങൾ അധികാരത്തിലേക്ക് വരും എന്നൊക്കെ പറയുന്ന ഓരോരുത്തരുടെ ഭാവനയാണ്. പക്ഷേ ബേസ്ഡ് ഓൺ എ ട്രൂ സ്റ്റോറി എന്ന ടാഗ് ലൈനാണ് പ്രശ്നം. മനസ്സിലായല്ലോ? നിങ്ങൾക്ക് കേരള സ്റ്റോറി എന്നിടാം. ഇപ്പം ഇന്നോട്ട് കേന്ദ്രം അത് കേരളം എന്നാക്കി, നാളെ നിങ്ങൾ പറയും ഇത് കേരള സ്റ്റോറി അല്ലേ, ഇത് കേരളമാണല്ലോ, ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞു വരും. അതാണ് നിങ്ങളുടെ ന്യായീകരണ ക്യാപ്സ്യൂൾ. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ ഈ ടാഗ് ലൈൻ ഉണ്ടല്ലോ, ബേസ്ഡ് ഓൺ എ ട്രൂ സ്റ്റോറി, അവിടെയാണ് പ്രശ്നം. നിങ്ങൾക്ക് ഈ ട്രൂ സ്റ്റോറിയുടെ ബേസ് എന്താണ്? ഇങ്ങനൊരു ട്രൂ സ്റ്റോറിയുടെ ബേസ് എന്താണ് എന്ന് മാധ്യമപ്രവർത്തകർ നിങ്ങളുടെ ഈ പറയുന്ന കാമാക്യായും ഈ കായും ഒക്കെ കൂടെ നടത്തിയ പ്രസ് മീറ്റിൽ വെച്ച് മാധ്യമപ്രവർത്തകർ കേരളത്തിൽ നിന്നുള്ളവരടക്കം എടുത്തെടുത്ത് ചോദിക്കുന്നുണ്ട്, എന്താണ് നിങ്ങളുടെ ബേസ്, ഏത് ബേസിൽ ചവിട്ടി നിന്നുകൊണ്ടാണ് നിങ്ങൾ ഈ സിനിമയ്ക്ക് കഥ ആഖ്യാനപ്പെടുത്തിയിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അതിന് ഉത്തരം പറയാനില്ല. കേരള സ്റ്റോറിയുടെ റിയൽ പറയുന്ന ജീവിക്കുന്ന അതിജീവിതകൾ, ഇരകൾ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ അവതരിപ്പിക്കുന്നവരിൽ കേരളക്കാരുമില്ല. അവിടെയാണ് പ്രശ്നം. രണ്ട്, ഇപ്പോൾ ഹാഷ്മി നേരത്തെ പറഞ്ഞതുപോലെ ഈ സിനിമ കണ്ടാൽ, അല്ലെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ സിനിമ കണ്ടാൽ ഒരു പക്ഷേ BJP-യുടെ സംസ്ഥാന നേതൃത്വം തന്നെ ഇരുന്ന് CID മൂസ കണ്ട് ചിരിക്കുന്നതിനേക്കാൾ കൂടുതൽ ചിരിക്കാനുണ്ട്. പക്ഷേ അത് നമുക്കും അറിയാം, ഇത് ഉണ്ടാക്കിയവനും അറിയാം. ഒരു മണ്ണ് കപ്പും. അപ്പൊ കേരള സ്റ്റോറി ഒന്നും ഞാൻ കണ്ട സിനിമയാണ്. ഈ ഏതെങ്കിലും തരത്തിലുള്ള പോട്ടെ, ഒരു മണ്ടനാക്കിയാണ് എനിക്കത് കാണാനുള്ള അതിന് പുരസ്കാരം കൊടുക്കുക, അവിടെ അവാർഡ് കൊടുക്കുക, മികച്ച സംവിധായകൻ. ഞാനത് കണ്ടില്ല ഹാഷ്മി, ഞാനത് കണ്ടില്ല. കാര്യം ഒരുപാട് ചിരിച്ചാൽ എനിക്ക് ഒരുപാട് എക്കൾ എടുക്കുന്നതിന് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഞാൻ ആ സിനിമ കണ്ടില്ല. എനിക്കത് ഇച്ചിരി അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്.